പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങോടും കൂടെ. മിശിഹായിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ 3 വായനകളിൽ കൂടെ തിരുസഭ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ വായനയിൽ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ ഏലിയ പ്രവാചകൻ ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹോരേബ് മലയുടെ മുകളിൽ കയറി നിൽക്കുന്നു. കാരണം ദൈവം അതിൽ കൂടെ കടന്നു പോകുന്നു. 2-ാമത്തെ വായനയിൽ മിസ്റ്റർ പൗലോസ്ലിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കൂടെ പൗലോസ് അപ്പോസ്തലൻ തന്നെ ദൈവത്തിനാൽ ശപിക്കപ്പെട്ടവനാകുവാൻ തയ്യാറാണ്. കാരണം യഹൂദ ജനങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല. സുവിശേഷനാഥൻ അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം അപ്പോസ്തലന്മാരെ വള്ളത്തിൽ കയറി മറുകരയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുകയും മലമുകളിൽ കയറി യേശുനാഥൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. രാവിലെ കടൽ ക്ഷോഭം ഉണ്ടായി. അപ്പോസ്തലന്മാർ ഭയപ്പെട്ടു. അപ്പോൾ ഈശോ അവരുടെ അടുത്തേക്ക് കടലിൽ മീതെ നടന്നു വന്നു. പത്രോസ്ലിയ, അങ്ങയുടെ കർത്താവാണെങ്കിൽ എന്നെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ പറയുക എന്ന് പറഞ്ഞപ്പോൾ വരൂ എന്ന് പത്രോസിനോട് പറഞ്ഞു. യേശുവും പത്രോസും വള്ളത്തിൽ കയറിയപ്പോൾ അപ്പോസ്തലന്മാർ യേശുവിനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, അവിടുന്ന് യഥാർത്ഥത്തിൽ മിശിഹായാണ്, കർത്താവാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. ദൈവസാന്നിധ്യം അറിഞ്ഞ് ജീവിക്കുവാനുള്ള സന്ദേശമാണ് ഇന്നത്തെ വായനകൾ നമുക്ക് നൽകുക. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന അവസരത്തിൽ മാതാവ് എപ്രകാരമാണ് ദൈവത്തിനെ അനുഭവിച്ചത്? ദൈവത്തിൻ്റെ അനുഭവം വചന ശ്രദ്ധയിൽ കൂടെ വചനം അനുസരിച്ച് എളിമപ്പെട്ട് നിശബ്ദതയിൽ ജീവിച്ചതുപോലെ നമുക്കും ഈ മാതൃക സ്വീകരിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല വിധത്തിൽ പല സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയാതെ പോയ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും ഓർത്ത് മനസ്തപിച്ച് ദൈവത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ജീവിത ബലിയിൽ നമുക്ക് ഭക്തിയോടെ പങ്കെടുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും
ചെയ്തു പൊക്കി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ പരിശുദ്ധ മറിയത്തിനോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ും
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പരിശുദ്ധാത്മാവാൽ ഉത്ബോധിതരായി അങ്ങേ ഞങ്ങൾ പിതാവേ എന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടുന്നു. ദത്തപുത്രരുടെ ചൈതന്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പൂർത്തീകരിക്കണമേ. അങ്ങേ വാഗ്ദാനത്തിൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ഏലിയ ഹോറോബ് മലയുടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു. നീ ചെന്ന് മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. അവിടുന്ന് അരുൾ ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പുലർന്നും പാറകൾ തകർത്തുകൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റ് കഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറിച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങയുടെ കാരുണ്യം എന്നിൽ ചൊരിയണമേ. കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപസ്ഥമാണ്. മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങയുടെ കാരുണ്യം എന്നിൽ ചൊരിയണമേ. കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. നീതി ആകാശത്ത് നിന്ന് ഭൂമിയെ കടാക്ഷിക്കും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങയുടെ കാരുണ്യം എന്നിൽ ചൊരിയണമേ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും. നമ്മുടെ ദേശം സമൃദ്ധമായി വിളവ് നൽകും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടത്തേക്ക് വഴിയൊരുക്കും. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങയുടെ കാരുണ്യം എന്നിൽ ചൊരിയണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ഞാൻ ക്രിസ്തുവിനെ മുൻനിർത്തി സത്യം പറയുന്നു, വ്യാജം പറയുകയല്ല. എൻ്റെ മനസ്സാക്ഷിയും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി എനിക്ക് സാക്ഷ്യം നൽകുന്നു. എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ അടങ്ങാത്ത വേദനയുമുണ്ട്. വംശമുറയനുസരിച്ച് തന്നെ എനിക്കുറ്റവരായ സഹോദരങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ശപിക്കപ്പെട്ടവനും ക്രിസ്തുവിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനുമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇസ്രായേൽ മക്കളാണ്. പുത്രസ്ഥാനവും മഹത്വവും ഉടമ്പടികളും നിയമത്തിൻ്റെ അവകാശവും ശുശ്രൂഷയും വാഗ്ദാനങ്ങളും അവരുടേതാണ്. പൂർവ്വപിതാക്കന്മാരും അവരുടേത്. ക്രിസ്തുവും വംശമുറയ്ക്ക് അവരിൽ നിന്ന് ഉള്ളവൻ തന്നെ. അവൻ സർവ അധീപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി.
കർത്താവിനെ ഞാൻ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ജലത്തിൽ മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോൾ അവൻ അവിടെ തനിച്ചായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റും പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകൾ പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിൽ മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിൽ മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു. ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവെ, രക്ഷിക്കണമേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിൽ ഉണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട്, സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ 3 വായനകളിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിനെ, യേശുവിനെ അനുഭവിക്കുവാനുള്ള അനുഗ്രഹം. ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുക ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിൽ കൂടിയാണ്. 3 പേരുടെ അനുഭവങ്ങളാണ് ഇന്ന് നാം വായിച്ചത്. ഏലിയ പ്രവാചകൻ ജെസബേൽ രാജ്ഞിയെ പേടിച്ച് ഭയന്ന് തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് മനസ്സിലാക്കി ഒളിച്ചിരിക്കുകയാണ് ഒരു പാറയുടെ ഗുഹയിൽ. അപ്പോഴാണ് ദൈവത്തിൻ്റെ സ്വരം അവൻ കേട്ടത്, ഈ മുകളിൽ കയറി നിൽക്കുക, ദൈവം കടന്നു പോകുന്നു എന്ന് നിർദ്ദേശമുണ്ടായി. വലിയ കാറ്റ് ഊതി, എന്നാൽ ദൈവം കൊടുങ്കാറ്റിൽ ഇല്ലായി.
ഭൂകമ്പമുണ്ടായി, തീ നാളങ്ങൾ പടർന്നു പിടിച്ചു. എന്നാൽ ദൈവം അവയിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം മൃദുസ്വരമായി ദൈവം അവനോട് അവൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം തനിക്ക് തന്നെ ഒരു ഇച്ഛാഭംഗമുണ്ടായി. മറ്റുള്ളവർ വിജാതീയരൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുവാൻ മുന്നോട്ട് വന്നപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനങ്ങൾ, യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചില്ല. അത് അവൻ്റെ തോൽവിയാണ് എന്ന് സ്വയം പരിതപിക്കുന്ന പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് വേണ്ടി ഞാൻ തിരസ്കരിക്കപ്പെടാൻ തയ്യാറാണ് എന്ന് പൗലോസ് പറയുന്നു. യഹൂദ ജനങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനങ്ങളാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാരമ്പര്യവും എല്ലാം അവർക്ക് ലഭിച്ചതാണ്. എങ്കിലും അവരുടെ ദൈവത്തിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട യേശുക്രിസ്തുവിനെ അവർ അംഗീകരിച്ചില്ല. സുവിശേഷത്തിൽ പത്രോസ് യേശുവിൽ സംശയിച്ചു. ഭൂതമാണെന്ന് അവർ ആദ്യം മനസ്സിലാക്കി. എന്നാൽ യേശുനാഥൻ പറഞ്ഞു, ഞാൻ തന്നെയാണ്, ഭയപ്പെടേണ്ട. വഞ്ചിയിൽ കയറിയപ്പോൾ അവരെല്ലാവരും സാഷ്ടാംഗം വീണ് യേശുവിനെ ആരാധിച്ചുകൊണ്ട് അവിടുന്ന് സത്യത്തിൽ ദൈവപുത്രനാണ് എന്ന്. 3 വ്യത്യസ്തമായ അനുഭവങ്ങൾ 3 പേർക്ക് ലഭിക്കുന്നതായിട്ട് നാം കാണുന്നു. ഏലിയാ പ്രവാചകൻ എല്ലാ പ്രവാചകന്മാരിലും മുൻപന്തിയിൽ നിന്ന പ്രവാചകനാണ്. എന്നാൽ അവൻ തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷവും ബാൽ ദൈവങ്ങളെയൊക്കെ അവൻ്റെ പ്രവാചകന്മാരെയൊക്കെ തോൽപ്പിച്ചതിന് ശേഷം രാജ്ഞിയുടെ കോപത്തിന് ഇരയായി അവൻ്റെ ജീവനെ ഭയന്നു ഓടി ഹോരേബ് മലയുടെ അടുത്ത് ചെന്ന് ഗുഹയിൽ താമസിക്കുകയാണ്. ദൈവം തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഞാൻ ഒറ്റപ്പെട്ടു, എപ്പോഴാണ് ഞാൻ വധിക്കപ്പെടുക എന്നുള്ള ഭയം. എന്നാൽ ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. ഈ ഒരു അനുഭവം അവന് ലഭിക്കുന്നത് അവൻ എളിമപ്പെട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ അപ്പസ്തോലന്മാരിൽ അപ്പസ്തോലനും സുവിശേഷകന്മാരിൽ സുവിശേഷകനുമായ വിശുദ്ധ പൗലോസ് സുവിശേഷത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ അർപ്പിച്ചു. എന്നിട്ടും യഹൂദ ജനങ്ങളെ, അവരുടെ മനസ്സിനെ, അവരുടെ ഹൃദയത്തെ തൊടാൻ സാധിച്ചില്ല. ഈ അനുഭവം അദ്ദേഹത്തിനെ വളരെയധികം വേദനിപ്പിച്ചു, ദുഃഖിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ കേട്ടത്, ഞാൻ ദൈവത്തിനാൽ ശിക്ഷിക്കപ്പെടാനും തിരസ്കരിക്കപ്പെടാനും തയ്യാറാണ്. അങ്ങനെയെങ്കിലും യഹൂദന്മാർ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് യഹൂദ ജനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അത് എനിക്ക് സ്വീകാര്യമാണ്. പത്രോസ്ലീഹ താൻ മുങ്ങിത്താഴ്ന്നപ്പോൾ പറഞ്ഞു, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന്. ഈ 3 പേരുടെയും ജീവിത അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവ അനുഭവം
അവർക്ക് വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കും. കാരണം അവരെല്ലാവരും വളരെ പ്രസിദ്ധരായ പ്രവാചകനായിരുന്നു, സുവിശേഷകനായിരുന്നു, തിരുസഭയുടെ തലവനായ പത്രോസായിരുന്നു. എങ്കിലും അവരെല്ലാവരും മനുഷ്യരാണ്. മാനുഷികമായിട്ടുള്ള ബലഹീനതകൾ അവർക്കുണ്ടായി. അവരുടെ വിശ്വാസത്തിന് കോട്ടം തട്ടി. എങ്കിലും എളിമയോടെ ദൈവത്തിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് ലഭിച്ചു. ഈ 3 പേരുടെയും താരതമ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഓരോരുത്തരുടെയും ജീവിത ദൗത്യങ്ങൾ പൂർത്തിയാക്കിയവരാണ്, വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കിയവരാണ്. നമ്മളോ നമ്മുടെ ജീവിത ദൗത്യങ്ങൾ പലപ്പോഴും പൂർത്തിയാക്കാൻ സാധിക്കാതെ പോകുന്നു. ദൈവാനുഭവം നമുക്കും ഉണ്ടാകണമെങ്കിൽ നമ്മളും ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൽ വിളിച്ചപേക്ഷിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കും അനുഭവവേദ്യമാണ്. 5 അപ്പം കൊണ്ടും 2 മത്സ്യങ്ങൾ കൊണ്ട് 5000 തീറ്റിപ്പോറ്റിയ ക്രിസ്തുനാഥൻ അപ്പസ്തോലന്മാരെ തനിക്ക് മുൻപേ മറുകരയിലേക്ക് പോകാൻ നിർബന്ധിക്കുകയും അവർ പോകുമ്പോൾ കാറ്റും കോളും വന്ന് അവരുടെ വഞ്ചി മുങ്ങിപ്പോകുമെന്ന് ഉള്ള സ്ഥിതിവിശേഷം വന്നപ്പോൾ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, കർത്താവെ രക്ഷിക്കണമേ. ഈ അനുഭവത്തിലേക്ക് നമ്മൾ വളരണം, നമ്മുടെ വിശ്വാസം വളരണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ചുറ്റും ഭൂകമ്പവും കൊടുങ്കാറ്റും ജലപ്രളയവും കോവിഡും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം തളരാതെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കർത്താവെ രക്ഷിക്കണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ആ മനോഭാവം നമ്മളുണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൈവാനുഭവം നമുക്ക് ലഭിക്കുക. ഈ ദൈവാനുഭവം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സമ്മാനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകളോ സിദ്ധികളോ നമ്മുടെ കുടുംബ വിശേഷണങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പഠനമോ നമ്മുടെ ഒന്നും കരുതിയിട്ടല്ല, ദൈവം നമുക്ക് ദാനമായി നൽകുന്നതാണ് ഈ ദൈവാനുഭവം. ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മളും ഈ 3 പേരുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകണം. ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, തൻ്റെ പാപകരമായ ജീവിതത്തെ ഓർത്തുകൊണ്ട് മനസ്തപിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ദൈവം കടന്നു പോകുന്നത് ഭയപ്പെടുന്നു എന്ന്. അപ്പോഴാണ് ദൈവ അനുഭവം അവനുണ്ടാകുന്നത്, മാനസാന്തരപ്പെടുന്നത്. വിശുദ്ധ മദർ തെരേസ തൻ്റെ ജീവിതത്തെ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ എളിമയോടെ നിശബ്ദതയോടെ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകും. ഇന്ന് നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കുവാൻ വേണ്ട കരുത്ത് നമുക്ക് ലഭിക്കുക നമ്മൾ ഓരോരുത്തരും ദൈവത്തിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ്. യേശുനാഥൻ പ്രാർത്ഥിച്ചു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, ദൈവാനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, തൻ്റെ പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളും അതുപോലെ തന്നെ യേശുവിനെ അനുകരിച്ചുകൊണ്ട് ജീവിക്കണം, പ്രാർത്ഥിക്കണം. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണത്തിൽ നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ മാതാവിൻ്റെ മാതൃക നമ്മൾ സ്വീകരിക്കണം. വചനം വായിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നിശബ്ദതയോടുകൂടെ നമ്മൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം
നമ്മുടെ ജീവിതത്തിൽ മനുഷ്യനായി അവതരിക്കും. നമ്മളും മാതാവിനെ പോലെ തന്നെ യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുവാൻ ഉള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കും. പ്രിയ സഹോദരരെ, എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളും അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടായാലും ദൈവാനുഭവത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം, എളിമപ്പെട്ട് ജീവിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പത്രോസ് പറഞ്ഞ മാതിരി കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഭവം, ദൈവത്തിൻ്റെ സാന്നിധ്യവും നമുക്ക് എപ്പോഴും അനുഭവപ്പെടും. വിശ്വാസ പ്രമാണം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവുമായ എല്ലാവരുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകനാസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിൽ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കുവാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിൻ്റെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രയത്നിക്കർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അല്പനേരം നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ, പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ വീടുകളും
എല്ലാം നശിച്ചു പോയവരെയും മരിച്ചവരെയും നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ കോവിഡ് രോഗം പിടിപെട്ടവർക്കും മരിച്ചവർക്കും വേണ്ടി അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിമാന അപകടത്തിൽപ്പെട്ടവർക്കും അവർ രോഗികളായിരിക്കുന്നവർക്കും വേണ്ടിയും നമുക്ക് ഇന്നത്തെ ദൈവബലിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശ്വാസം അവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് തന്റെ നാമത്തിൽ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേക്ക് സമർപ്പിക്കാനായി അങ്ങ് കാരുണ്യപൂർവ്വം നൽകുകയും അങ്ങേ ശക്തിയാൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യമായി അങ്ങ് മാറ്റുകയും ചെയ്ത അങ്ങേ സഭയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ സംപ്രീതിയോടെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങിൽ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. രൂപപ്പെട്ട ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിൻ്റെ ഫലങ്ങൾ അനുദിനം അനുഭവിക്കുക മാത്രമല്ല,
ഇപ്പോൾ നിത്യതയുടെ അച്ചാരം കരഗതമാക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച ആത്മാവ് വഴി അവിടുത്തെ പ്രഥമ ഫലങ്ങൾ സ്വീകരിച്ച ഞങ്ങൾ അവ ഞങ്ങൾക്ക് നിത്യമായ രഹസ്യമായിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടൊപ്പം അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ സന്തോഷത്തോടെ ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങേ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവേൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണമുയർത്തി ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിന്
അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന നിങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ജീവോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം നീ
കുഞ്ഞാടിൻ്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. രൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഉൾക്കൊണ്ട അങ്ങേ കൂദാശയുടെ സ്വീകരണം ഞങ്ങളെ രക്ഷിക്കുകയും അങ്ങേ സത്യത്തിൻ്റെ പ്രകാശത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈ വരുന്ന ബുധനാഴ്ച 12-ാം തീയതി ഫാദർ ഹെക്ടർ ഷിബു അച്ഛൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദൗത്യം ഡോൺ ബോസ്കോയിലെ എല്ലാ പ്രസ്ഥാനങ്ങളെയും ദൈവത്തിൻ്റെ ശക്തിയാൽ നയിക്കപ്പെടുന്നതിന് അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിനും നല്ല ആരോഗ്യം ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുന്നതിന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ബുധനാഴ്ച അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.